സലിമിൻ്റെ DNA അതായത് മസ്തിഷ്കത്തിൽ ഫീഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രാമീണൻ്റെ ഭാവമാണ്. ഈ പറഞ്ഞ പറവൂരിലെ ആ ഗ്രാമത്തിൽ നിന്ന് സലിംകുമാർ എവിടേക്ക് പോയിട്ടില്ല. ആക്ച്വലി അവിടെ തന്നെ കിടക്കുക. ഞാൻ അവിടെ തന്നെ ഷൂട്ടിങ്ങുമായിട്ടും മറ്റു കാര്യങ്ങൾക്കൊക്കെ പല സ്ഥലങ്ങളിലും പോയെങ്കിൽ പോലും അവിടെ തന്നെ കിടക്കുക അല്ലേ? അതെ, അതേപോലെ തന്നെ പറവൂർക്കാരും. പക്ഷേ അവരെന്നെ ഇപ്പം കുറേ സംഭവങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുത്ത് തുടങ്ങി. ഒരു സിനിമാക്കാരൻ്റെ പരിവേഷം ഒന്ന് ഒറ്റ ആൾക്കൂട്ടത്തിൽ തനിയാവുക എന്നുള്ളത് നമ്മളെ വലിയ സലിമിനെ കാണുമ്പോൾ ആൾക്കാരൊന്ന് എഴുന്നേറ്റൊക്കെ നിന്ന് അല്ല, അത് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഒന്നുമല്ല. കാരണം നമുക്കൊരിക്കലും ഞാൻ അങ്ങനെ വളർന്ന ഒരാളല്ല. ഈ വലിയൊരാളായിട്ട് ഒക്കെ ഇടപഴകി വളർന്ന ഒരാളാണ്. അല്ല, ഞാനങ്ങനെ മാറിയെന്നൊക്കെ വളർന്ന അടിച്ചും പിടിച്ചും കയറിയതാണ്. അതെ, അവിടെ ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളും ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിലൊരു 100 പേരിൽ ഒരാളായിരിക്കുള്ളൂ. പിന്നീട് നമ്മളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം എന്താണ് നീ എടുക്കേണ്ടത്, അത് വേണ്ട വേണ്ട, അത് വന്നേ അത് കസേരയൊക്കെ എടുത്ത് തന്നവിടെ എടുത്താ ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ഇരുന്നത്. എന്നിരുന്നാലും ഒരു നടനാവണമെങ്കിൽ നടക്കണം. അപ്പം എനിക്ക് നടക്കാനുള്ള വഴി ഒപ്പിച്ചൊന്ന് പറവൂരും പിന്നെ മിമിക്രിയാണ് സലിംകുമാറിനെ ഉണ്ടാക്കിയെടുത്തത്. അതെ, മിമിക്രിയോട് ഇപ്പോഴും ഒരു അടങ്ങാത്ത തീർച്ചയായിട്ടും മോഹമുണ്ട്. ഞാനൊരു മിമിക്രി താരമാണ്, കലാകാരനാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിഷമമില്ല. ഒരു വിഷമമില്ല. മറ്റു പല ആൾക്കാരും മിമിക്രിയൊക്കെ ഇങ്ങോട്ട് മറന്നു സലിമേ. അത് അവരുടേതായ വ്യക്തിത്വം, എൻ്റേതായ വ്യക്തിത്വം. കാരണം ഞാൻ മിമിക്രി എന്നൊരു സിനിമയിലേക്ക് വരാൻ വേണ്ടി പഠിച്ചൊരു കലാരൂപമല്ലായിരുന്നു. അറിയാതെ വന്നു വയറ്റിപ്പഴപ്പാക്കിയത്. അല്ലാണ്ട് ആ മിമിക്രി വെച്ചിട്ട് സലിം സ്റ്റേജ് ഷോകളിലെ കൊണ്ട് മിന്നി തിളങ്ങി. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാൻ പാടില്ല സലിമിന്റെ പെർഫോമൻസ് വരട്ടെ. മംഗളോദയം ഫസ്റ്റ് എപ്പിസോഡ് എന്ന് വെച്ചാല് നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുന്നു. അതോടെ ആ എപ്പിസോഡ് തീർന്നു. നായിക പാലെടുത്ത് അടുപ്പിൽ വെച്ചപ്പോ ഒരു എപ്പിസോഡ് തീർന്ന ഇതെന്തൊരു എപ്പിസോഡാ? പാല് തിളക്കാൻ എത്ര മിനിറ്റ് വേണം? 20 മിനിറ്റ് വേണം. 10 മിനിറ്റ് പരസ്യം. 30 മിനിറ്റ് ഒരു എപ്പിസോഡ് തീർക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് സ്ക്രിപ്റ്റില്ലേ, കഥയിൽ എനിക്ക് കുഴപ്പമില്ല. പുതുമ വേണം. പുതുമ എന്റെ പേരല്ലോ പുതുമാചന്ദ്രൻ. പുതുമ മാത്രമേ ഇയാള് പുതുമാചന്ദ്രൻ എന്ന് പറഞ്ഞാണ് ഡയറക്ടർ. ഒന്നും എല്ലാത്തിലും പുതുമയാണ്. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റിൽ പറയേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും കൂടി നിന്നിട്ട് കുടുംബക്കാരെന്ന് കരയുന്നു. അതൊക്കെ പഴഞ്ചൻ. മരിച്ചെടുക്കുന്നു, ചുറ്റുമുള്ള ആൾക്കാർ ചിരിക്കുന്നു. അങ്ങനെ ഇയാളെല്ലാം പുതുമ. സെക്രട്ടേറിയറ്റ് വളയുന്നു. എത്ര ഒരു 5000 പേര് വരും, വേണ്ട ഒറ്റൊരാൾ മതി സെക്രട്ടേറിയറ്റ് വളയാൻ. അതങ്ങനെ കാണിക്കും. ഒരാളുടെ മുഖത്ത് ഈ 5000 പേരുടെ എക്സ്പ്രഷൻ ഞാൻ കാണിക്കും. അത് വിട്ടുകള. അങ്ങനെ ഒരു പുതുമുണ്ടൊരു ഒരാളാണ് പുതുമാചന്ദ്രൻ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. ഇങ്ങനെ സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടാണോ സലീം ഇങ്ങനെ ഇതൊക്കെ ആവാഹിക്കുന്നത്? മനസ്സിലായി? തീർച്ചയായിട്ടും. അപ്പം ഞാനൊന്നല്ല, അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ടാവില്ല അതിനകത്ത്. ഇപ്പോൾ സമൂഹം അംഗീകരിച്ചില്ലെങ്കിൽ, അതിൽ നിന്ന് ഒരു ഓഡിയൻസ് അംഗീകരിച്ചില്ലെങ്കിൽ. പക്ഷേ കുറച്ച് ഇംപ്രവൈസേഷൻ ഒക്കെ പിന്നീട് സലീം നടത്തി. അതായത് സലീമിൻ്റെ ഭാവചേഷ്ടകളിൽ, ശബ്ദത്തിൽ, പിന്നെ ചിരി. ആ ചിരിയായിരുന്നു നമ്പർ അല്ലേ? ചിരിയല്ലായിരുന്നു നമ്പർ അന്ന്. ഒരു പടത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ചിരിയുടെ പേരിൽ. അപ്പോൾ CB ഉദയനാണ് നന്നായിട്ട് എഴുതി തുടങ്ങിയിട്ടുള്ളൂ. മായാജാലം എന്നാണ് പടത്തിൻ്റെ പേര്. അപ്പോൾ ഈ കലാഭവൻ മണി അസാധ്യ തിരക്കിൽ നടക്കുന്ന സമയത്ത് അപ്പം മണിക്ക് വെച്ചിരുന്ന വേഷമാണ്. അപ്പോൾ ഡയറക്ടർ ബാലു കരുത്തനോട് പറഞ്ഞു, ചിലപ്പോൾ നടക്കാൻ സാധ്യത 11 വരില്ല കലാഭവൻ മണി, ഞാൻ നിൽക്ക് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അമ്പരം നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ CB ഉദയൻ്റെ റൂമിലൊക്കെ എന്നെ വിളിച്ചു. അപ്പം വേറൊന്നും ചെയ്തു. ഒരുപാട് തമാശ പറഞ്ഞ് ഞാൻ ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ബലപ്രഖ്യാപനം വന്നു, ഞാനല്ല നടൻ എന്നുള്ളത്. പിന്നെ ഞാൻ പാലക്കാട് വെച്ച് ചെന്നതിൻ്റെ പേരിൽ ഒരു വേഷം എനിക്ക്, ഞാൻ വേറെ പടത്തിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഈ മെയിൻ വേഷമല്ല. ഒരു 2 സീനുള്ള മുകേഷ് ചേട്ടൻ്റെ 2 സീനുള്ള സംഭവം. പിൽക്കാലത്താണ് അവരെന്നോട് പറഞ്ഞത്, അന്ന് ഞങ്ങൾ അയാളെ വേണ്ട ഞങ്ങൾക്ക്, കാരണം അയാൾ ചിരി ആക്കി ചിരിയാണെന്ന് പറഞ്ഞു. ഇവര് വിചാരിച്ച് ഞാൻ ഇവരെന്തോ ആക്കി ചിരിക്കുകയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ആ വേഷം എന്നെ നിന്ന് മാറ്റി വേറെ നടന്നു കൊടുത്തു. പക്ഷേ ഈ ചിരി കൊണ്ട് പല സ്ഥലങ്ങളിലും കയറി പറ്റിയിട്ടുണ്ടാവില്ലേ? ഉണ്ടാവണമല്ലോ. പല സിനിമകളിലും
അതിൻ്റെ ക്ലാസിക് ടച്ച് എന്ന് പറയുന്നത് സലീമിൻ്റെ ചിരിയാണ്. അല്ല, ഒരു കാലത്ത് നമ്മൾ ദ്രോഹിച്ചിരുന്നത് എന്തായിരുന്നാലും ശരി, നമ്മളറിയാതെ അതിന് നമ്മൾ നിരപരാധിയാണെങ്കിൽ ആ ദ്രോഹിച്ച് തന്നെ അങ്ങനെ ഈ മിമിക്രിക്കും സിനിമയ്ക്കും സ്റ്റേജ് ഷോയ്ക്കെല്ലാം വേണ്ടിയിട്ട് ചിരിച്ച് അവസാനം ഈ ചിരിയിൽ കലർപ്പ് കലർത്തിയോ, മായമായോ? ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ശരിയല്ല അത്. അല്ല. സലീമിൻ്റെ ഭാര്യ പലരോടും പറഞ്ഞെന്ന് കേട്ടു, ഇയാളുടെ ചിരി എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഇത് ആക്കിയതാണോ, സ്വീപ്പാക്കിയതാണോ, മക്കാറാക്കിയതാണോ, അതായത് കൊലച്ചിരിയാണോ, പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഭാര്യയ്ക്ക് ഇന്നേ വരെ എന്നെ മനസ്സിലായിട്ടില്ല. അതാണ് ഞങ്ങളുടെ വിജയരഹസ്യം. കാരണം ഒരു ഭർത്താവിനെ ഇതുവരെ പിടികൊടുത്തിട്ടില്ല. അതാണ് എന്ന് പിടികൊടുക്കണം, അന്ന് തീർന്നു. സിനിമയുടെ ലോകത്തേക്ക് സലീം വരുന്നു. ഒരുപക്ഷെ കലാഭവൻ മണി ആരാണ് പ്രവചിച്ചിരുന്നത്, എടാ സലീമേ നീ വരും സിനിമയിലേക്ക്? പക്ഷെ അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നു അല്ലേ സിനിമയിലേക്ക് പറഞ്ഞിരുന്നു. മണി എൻ്റെ കല്യാണത്തിന് വന്നപ്പോഴാണ്. ഇനി അടുത്തത് കല്യാണത്തിന് വന്നപ്പോൾ നല്ല സൂപ്പർ സ്റ്റാറിനെ പോലെ നല്ല സുന്ദരനായിട്ടായിരുന്നു എന്തായാലും സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ്. ഇല്ല, മണി അന്ന് തിളങ്ങി വെട്ടി തിളങ്ങിയിരിക്കണാണ്. അപ്പം ഞങ്ങൾ കലാഭവനിൽ ഒരുമിച്ച് പ്രോഗ്രാം നടത്തുന്നതാണ്. അപ്പോൾ വന്നപ്പോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ, നമ്മുടെ സഹപ്രവർത്തകരുടെ. മണി കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഇങ്ങനെ, അവൻ പറഞ്ഞതാണ് ഇങ്ങനെ. അപ്പം ഞാൻ വന്നു, ഇനി അടുത്തത് സലീമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അത് അതിന് സന്തോഷം തോന്നുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരണം എന്നുള്ള ഒരു പക്ഷേ ആ സിനിമയുടെ ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക പരിപ്രേക്ഷ്യമുണ്ട്. അതായത് മിമിക്രിയിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലേക്ക് കയറി ഇങ്ങനെ രക്ഷപ്പെട്ടു. അത് പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് പേര് മിമിക്രിയിലേക്ക് വരാൻ തുടങ്ങി. അവിടെയാണ് കുഴപ്പങ്ങൾ പറ്റിയത്. മിമിക്രി തകർത്ത് കളഞ്ഞു. തകർത്തു എന്ന് പറയാൻ ഞാൻ ആളല്ല, മായം ചേർത്തു. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമുണ്ട്, മൊത്തത്തിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്. മിമിക്രിയിൽ കുഴപ്പമുണ്ട്. ഇപ്പം മിമിക്രി ഇല്ലല്ലോ, പിന്നെന്താ ഉള്ളത്? TV ഷോയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സ്റ്റേജ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് 2.5 മണിക്കൂർ മിമിക്രി ഇല്ല. ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, 2-3 സ്കിറ്റ്, ഇത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഫുൾ ടൈം പ്രോഗ്രാം എന്ന് വെച്ചിട്ടുള്ള സംഭവമേ നിന്നു.